4ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 10ാമത്തെ പാഠം നോക്കൂ. പാഠം 10 അർക്കാനുസ് സ്വലാത്ത് 2. അർക്കാനുസ് സ്വലാത്ത് എന്നാൽ നിസ്കാരത്തിന്റെ ഫർളുകൾ. അതിന്റെ 2ാമത്തെ ഭാഗമാണിത്. കഴിഞ്ഞ പാഠം അർക്കാനുസ് സ്വലാത്ത് 1 ആയിരുന്നു. അതായത് നിസ്കാരത്തിന്റെ ഫർളുകൾ 14 ഈ 14 ഫർളുകളിൽ 2 ഫർളുകൾ കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചു. ഇനി നമുക്ക് ഈ പാഠത്തിലും 2 ഫർളുകളാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച 2 ഫർളുകൾ ഏതൊക്കെയാണ്? 1 നിയ്യത്ത് കരുതൽ, 2 നിയ്യത്തോടു കൂടി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. ഈ 2 ഫർളുകൾ പഠിച്ചു. ഇനി നമുക്ക് 3ാമത്തെയും 4ാമത്തെയും ഫർളുകളെ ഈ പാഠത്തിൽ വിശദമായി പഠിക്കാം. പാഠം നോക്കാം. 3 അൽ ഖിയാമു നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ. 3ാമത്തെ നിസ്കാരത്തിന്റെ ഫർളാണ് നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ, അൽ ഖിയാമു. അതായത് സുന്നത്ത് നിസ്കാരം ഇരുന്നും കിടന്നും നിസ്കരിക്കാം. എന്നാൽ ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ നിസ്കാരത്തിന്റെ ഫർളുകളിൽ പെട്ട 3ാമത്തെ ഫർളാണ്. നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്നും അതിന് സാധിക്കാത്തവൻ ചെരിഞ്ഞു കിടന്നും അതിനും സാധിക്കാത്തവൻ മലർന്നു കിടന്നും നിസ്കരിക്കണം. നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ, എന്നാൽ നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. അതിന് സാധിക്കാത്തവൻ ചെരിഞ്ഞു കിടന്ന് അതിനും സാധിക്കാത്തവൻ മലർന്നു കിടന്ന് നിസ്കരിക്കണം. നിൽക്കാൻ കഴിയാത്തവൻ എന്നാൽ ഫർള് നിസ്കാരത്തിന് നിൽക്കാൻ കഴിയാത്തവനാണ്. അവന് ഒരു വടിയുടെ സഹായത്തിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിൽക്കണം. ചുമരിൽ ചാരി നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിൽക്കണം. അതിനും കഴിയാത്തവനാണെങ്കിലാണ് ഇരുന്ന് നിസ്കരിക്കാൻ പാടുള്ളൂ. അതിന് സാധിക്കാത്തവനാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാനും സാധിക്കാത്ത ഒരാളാണെങ്കിൽ ചരിഞ്ഞു കിടന്ന് നിസ്കരിക്കാം. ചരിഞ്ഞു കിടക്കുമ്പോൾ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കണം. അതിന് കഴിയാത്ത ആളാണെങ്കിൽ ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കാം. അതിനും സാധിക്കാത്തവൻ മലർന്നു കിടന്ന് നിസ്കരിക്കണം. ചരിഞ്ഞു കിടക്കാനും സാധിക്കുന്നില്ലെങ്കിൽ അവൻ മലർന്നു കിടന്ന് നിസ്കരിക്കണം. നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവൻ നെഞ്ചുകൊണ്ട് ഖിബിലക്ക് മുന്നിടണം. നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവൻ നെഞ്ചുകൊണ്ട് ഖിബിലക്ക് മുന്നിടണം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ മുഖം, ശരീരത്തിന്റെ മുൻഭാഗം എന്നിവ കൊണ്ട് മുന്നിടണം. ഒരാൾ ചെരിഞ്ഞു കിടന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ അയാൾ മുഖം, ശരീരത്തിന്റെ മുൻഭാഗം എന്നിവ കൊണ്ട് മുന്നിടണം. മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും കിബിലക്ക് നേരെയായിരിക്കണം. മലർന്നു കിടക്കുമ്പോൾ മുഖം, ഉള്ളൻകാൽ എന്നിവ കൊണ്ട് കിബിലക്ക് മുന്നിടണം. മലർന്നു കിടന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ മുഖം, ഉള്ളൻകാൽ എന്നിവ കൊണ്ട് കിബിലക്ക് മുന്നിടണം. മുഖം കിബിലയിലേക്ക് ആവാൻ തലയിണ പോലുള്ളവ വെക്കൽ നിർബന്ധമാണ്. മുഖം കിബിലക്ക് നേരിടാൻ വേണ്ടി തലയിണ പോലെയുള്ള സാധനം വെച്ച് തല അല്പം ഉയർത്തൽ മലർന്നു കിടന്ന് നിസ്കരിക്കുമ്പോൾ നിർബന്ധമാണ്. തലയുടെ ഭാഗം അല്പം ഉയർത്തൽ നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ 4ാമത്തെ ഫർള് നോക്കൂ. 4 ഫാത്തിഹ ഓതൽ. 4ാമത്തെ ഫർളാണ് ഫാത്തിഹ ഓതൽ. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. എപ്പോഴാണ് ഫാത്തിഹ ഓതേണ്ടത്? 1ാമത്തെ റക്അത്തിലാണെങ്കിൽ നിയ്യത്തോടു കൂടി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കൈ കെട്ടിയതിനു ശേഷം വജ്ജഹത്ത് ഓതിയതിനു ശേഷമാണ് ഫാത്തിഹ ഓതേണ്ടത്. എന്നാൽ 2, 3, 4 റക്അത്തുകളുള്ള നിസ്കാരത്തിൽ അതിന്റെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും റക്അത്തിന്റെ ആദ്യത്തിലാണ് ഫാത്തിഹ ഓതേണ്ടത്. വജ്ജഹത്തു ആദ്യ റക്അത്തിൽ മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ ഫാത്തിഹ ഓതേണ്ടതില്ല. ഒരാൾ ഇമാമിനോടൊപ്പം നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിന്റെ ഫാത്തിഹയ്ക്കു ശേഷമാണ് അയാൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ വന്നതെങ്കിൽ
അയാൾക്ക് ഫാത്തിഹക്ക് സമയം കിട്ടാത്തവനാണ്, അയാൾ ഫാത്തിഹ ഓതേണ്ടതില്ല. അവന് മസ്ബൂക്ക് എന്നാണ് പറയുക. ഇമാമിനോടൊപ്പം നിസ്കരിക്കുമ്പോൾ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവന് മസ്ബൂക്ക് എന്നാണ് പറയുക. അവന് ലഭിച്ച സമയത്ത് ഓതാൻ കഴിയുന്നത് ഓതിയാൽ മതി. അവന് ലഭിച്ച സമയത്ത്, അവന് കിട്ടിയ സമയത്ത് ഓതാൻ കഴിയുന്നത് ഓതിയാൽ മതി. ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്താണ്. ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണ് ബിസ്മി. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നത് ഫാത്തിഹയിലെ ഒരായത്താണ്. ഫാത്തിഹയിൽ 7 ആയത്തുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നത്. ബാക്കി നോക്കൂ. ഷദ്ദുകൾ, മദ്ദുകൾ, ഹർഫുകൾ, മഖ്റജുകൾ, തർത്തീബ്, മുവാലാത്ത് എന്നിവയെല്ലാം സൂക്ഷിച്ചോതൽ നിർബന്ധമാണ്. ഫാത്തിഹ ഓതുമ്പോൾ ഷദ്ദുകൾ, മദ്ദുകൾ നീട്ടൽ, ഹർഫുകൾ അക്ഷരങ്ങൾ, മഖ്റജുകൾ ഉച്ചാരണ സ്ഥാനം, തർത്തീബ് എന്നാൽ ഫാത്തിഹയിലെ ഒരു ആയത്ത് കഴിഞ്ഞാൽ അടുത്ത ആയത്ത്, പിന്നീട് മൂന്നാമത്തെ ആയത്ത്, അങ്ങനെയുള്ള ക്രമപ്രകാരം. മുവാലാത്ത് എന്നാൽ ഫാത്തിഹയിലെ കലിമത്തുകളെ തുടർച്ചയായി കൊണ്ടുവരിക. അതായത് ഫാത്തിഹയിലെ ഓരോ പദങ്ങളെ, കലിമത്തുകൾ എന്നാൽ പദങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ, ഓരോ വാക്കുകളെ തുടർച്ചയായി കൊണ്ടുവരിക. എന്നിവയെല്ലാം സൂക്ഷിച്ചോതൽ നിർബന്ധമാണ്. ഫാത്തിഹയിൽ 14 ഷദ്ദുകളുണ്ട്. ഫാത്തിഹയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഫാത്തിഹയിൽ 156 അക്ഷരങ്ങളാണുള്ളത്. ഫാത്തിഹയിൽ 156 അക്ഷരങ്ങളുണ്ട്. അവയിൽ 14 ഷദ്ദുകളുണ്ട്. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഷദ്ദുള്ള അക്ഷരം ലഘുവാക്കി ഓതിയാൽ നിസ്കാരം ബാത്തിലാകും. മനഃപൂർവ്വം ഷദ്ദുള്ള ഒരു അക്ഷരത്തെ ഷദ്ദില്ലാത്ത പോലെ ഓതിയാൽ നിസ്കാരം ബാത്തിലാകും. മുവാലാത്ത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫാത്തിഹയിലെ കലിമത്തുകളെ തുടർച്ചയായി കൊണ്ടുവരിക എന്നുള്ളതാണ്. മുവാലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറഞ്ഞു. മുവാലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫാത്തിഹയിലെ കലിമത്തുകൾ എന്നാൽ പദങ്ങൾ അല്ലെങ്കിൽ വാക്കുകളെ തുടർച്ചയായി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഒരു വാക്ക് കഴിഞ്ഞാൽ കുറച്ച് സമയം നിർത്തിയിട്ട് അടുത്ത വാക്ക് പറയുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനെ തുടർച്ചയായിട്ട് കൊണ്ടുവരിക. അതിൻ്റെ ഇടയിൽ കുറച്ച് കൂടുതൽ സമയം നിർത്താൻ പാടില്ല. ആദ്യ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് വജ്ജഹത്ത് ഓതുക. ആദ്യ റക്അത്തിൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് എന്തോതണം? നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതണം. എല്ലാ റക്അത്തിലും ബിസ്മി ഓതുന്നതിന് മുമ്പ് ഔദ് ഓതുക. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം. ഫാത്തിഹയിൽ ബിസ്മി ഓതുന്നതിന് മുമ്പ് ഔദ് ഓതുക. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നത് ഓതുക. അതിനുശേഷം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ബാക്കി ഓതുക. ഫാത്തിഹയിൽ ഓരോ ആയത്തിന്റെയും അവസാനം വഖഫ് ചെയ്യുക. ഓരോ ആയത്തിന്റെയും അവസാനത്തിൽ വഖഫ് ചെയ്യുക. വഖഫ് ചെയ്യുക എന്നാൽ നിർത്തുക. ആയത്തുകളുടെ തുടർച്ചയായി ഇങ്ങനെ ഓതിപ്പോവാതെ ഓരോ ആയത്തിന്റെയും അവസാനം എത്തിയാൽ നിർത്തുക. ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ പറയുക. ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ പറയുക. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക. നിസ്കാരത്തിന്റെ ആദ്യത്തെ 2 റക്അത്തുകളിൽ, 2 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ ആ 2 റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക. 3 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക. 3-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക. അതിനുശേഷം റുക്കൂ ചെയ്യുക. 4-ാമത്തെ റക്അത്തിലും സൂറത്ത് ഓതേണ്ടതില്ല. ഫാത്തിഹയ്ക്ക് ശേഷം റുക്കൂ ചെയ്യുക. ഇതെല്ലാം സുന്നത്താണ്. വജ്ജഹത്ത് ഓതുക, അതുപോലെ തന്നെ ഔദ് ഓതുക, ഓരോ ആയത്തിന്റെയും അവസാനത്തിൽ വഖഫ് ചെയ്യുക, ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ പറയുക, അതുപോലെ ആദ്യ 2 റക്അത്തുകൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക. ഈ കാര്യങ്ങളെല്ലാം തന്നെ സുന്നത്താണ്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ തദ്രീബാത്ത് നോക്കാം. 1. ഉത്തരം പറയാം. 1-ാമത്തെ ഫർള് നിസ്കാരത്തിൽ ഖിയാം നിർബന്ധം ആർക്ക്?
ഫർള് നിസ്കാരത്തിൽ ഖിയാം നിർബന്ധം ആർക്ക്? അതിന്റെ ഉത്തരം നിൽക്കാൻ കഴിവുള്ളവന്. നിർബന്ധം ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം നിൽക്കാൻ കഴിവുള്ളവന്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നിൽക്കൽ ഫർളാണ് ഏത് നിസ്കാരത്തിൽ? അതിന്റെ ഉത്തരം ഫർള് നിസ്കാരത്തിൽ. ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ ഫർളാണ്. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിൽ ഇരുന്നും കിടന്നും നിസ്കരിക്കാം. 3. മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവൻ ഖിബിലക്ക് മുന്നിടേണ്ടത് എന്തുകൊണ്ട്? മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവൻ ഖിബിലക്ക് മുന്നിടേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. മലർന്ന് കിടക്കുമ്പോൾ മുഖം, ഉള്ളൻകാൽ എന്നിവ കൊണ്ട് ഖിബിലക്ക് മുന്നിടണം. മലർന്ന് കിടക്കുമ്പോൾ മുഖം, ഉള്ളൻകാൽ എന്നിവ കൊണ്ട് ഖിബിലക്ക് മുന്നിടണം. 4. മസ്ബൂഖ് എന്ന് പറയുന്നത് ആർക്ക്? മസ്ബൂഖ് എന്ന് പറയുന്നത് ആർക്ക്? അതിന്റെ ഉത്തരം ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ ഫാത്തിഹ ഓതേണ്ടതില്ല, അവന് മസ്ബൂഖ് എന്നാണ് പറയുക. അടുത്ത ചോദ്യം. നെഞ്ചുകൊണ്ട് ഖിബിലക്ക് മുന്നിടേണ്ടത് ആരാണ്? നെഞ്ചുകൊണ്ട് ഖിബിലക്ക് മുന്നിടേണ്ടത് ആരാണ്? അതിന്റെ ഉത്തരം നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവൻ. അതിന്റെ ഉത്തരം നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവൻ. 6. ചോദ്യം. ഫാത്തിഹയിലെ ഷദ്ദുകൾ എത്ര? ഫാത്തിഹയിലെ ഷദ്ദുകൾ എത്ര? അതിന്റെ ഉത്തരം ഫാത്തിഹയിൽ 14 ഷദ്ദുകളുണ്ട്. ഫാത്തിഹയിൽ 14 ഷദ്ദുകളുണ്ട്. അടുത്തത് ശരി തെറ്റ് അടയാളപ്പെടുത്തുക. 1. ഫാത്തിഹയ്ക്കിടയിൽ ദീർഘനേരം മൗനം പാലിച്ചു. അതായത് ഫാത്തിഹയ്ക്കിടയിൽ ദീർഘനേരം പറഞ്ഞാൽ കുറച്ചധികം സമയം മൗനം പാലിച്ചു, ഒന്നും മിണ്ടാതെ നിന്നു. അത് തെറ്റാണ്. കാരണം ഫാത്തിഹയിലെ കലിമത്തുകളെ തുടർച്ചയായി കൊണ്ടുവരിക എന്നുള്ളതാണ് മുവാലാത്ത്. മുവാലാത്ത് നിർബന്ധമാണ്. കലിമത്തുകൾ എന്നാൽ പദങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ. ഓരോ വാക്കും അതിന്റെ തുടർച്ചയായി, അതിന്റെ മുന്നത്തെ വാക്കിന്റെ തുടർച്ചയായി ഓരോ വാക്കും കൊണ്ടുവരണം. അതായത് അതിന്റെ ഇടയിൽ ദീർഘനേരം മൗനം പാലിക്കാനൊന്നും പാടില്ല. 2. സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചു. അത് ശരിയാണ്. സുന്നത്ത് നിസ്കാരം ഇരുന്നും കിടന്നും നിസ്കരിക്കാം. സുന്നത്ത് നിസ്കാരം ഇരുന്നും കിടന്നും നിന്നും നിസ്കരിക്കാം. 3. ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു എന്ന് ഷദ്ദ് കൂടാതെ ഓതി. ഇയ്യാക നഅ്ബുദു, ഇതിൽ യാഇന്റെ മുകളിൽ ഒരു ഷദ്ദ് ഉണ്ട്. ആ ഷദ്ദ് കൂടാതെ ഓതി. അത് തെറ്റാണ്. മനഃപൂർവ്വം ഷദ്ദുള്ള ഒരു അക്ഷരത്തെ ഷദ്ദില്ലാതെ ഓതിയാൽ നിസ്കാരം ബാത്തിലാകും. ഇത് തെറ്റാണ്. 4. ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ പറഞ്ഞു. അത് ശരിയാണ്. ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ പറയൽ സുന്നത്താണ്. അടുത്ത ചോദ്യം നോക്കൂ. വ്യക്തമാക്കാം. 1. ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ടവ. ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ടവ. ഇതിന്റെ ഉത്തരം ഷദ്ദുകൾ, മദ്ദുകൾ, ഹർഫുകൾ, മഖ്റജുകൾ, തർത്തീബ്, മുവാലാത്ത് എന്നിവയെല്ലാം സൂക്ഷിച്ചോതൽ നിർബന്ധമാണ്. അതിന്റെ ഉത്തരം എഴുതേണ്ടത് ഷദ്ദുകൾ, മദ്ദുകൾ, ഹർഫുകൾ, മഖ്റജുകൾ, തർത്തീബ്, മുവാലാത്ത് എന്നിവയെല്ലാം സൂക്ഷിച്ചോതൽ നിർബന്ധമാണ്. 2. ഫാത്തിഹ ഓതേണ്ടതില്ലാത്തവൻ. ഫാത്തിഹ ഓതേണ്ടതില്ലാത്തവൻ. അതിന്റെ ഉത്തരം ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവന് ഫാത്തിഹ ഓതേണ്ടതില്ല, അവന് മസ്ബൂഖ് എന്നാണ് പറയുക. ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവന് ഫാത്തിഹ ഓതേണ്ടതില്ല, അവന് മസ്ബൂഖ് എന്നാണ് പറയുക. അതും കൂടെ എഴുതാം. ഉത്തരം പൂർണ്ണമായി. ഇതുവരെ എഴുതിയാലും മതി. ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവന് ഫാത്തിഹ ഓതേണ്ടതില്ല എന്ന് എഴുതിയ ഉത്തരായി. ഇതും കൂടി എഴുതാം. അവന് മസ്ബൂഖ് എന്നാണ് പറയുക. 3. ബിസ്മിക്ക് മുമ്പ് ഓതേണ്ടത്. ബിസ്മിക്ക് മുമ്പ് ഓതേണ്ടത്. ഉത്തരം ബിസ്മി ഓതുന്നതിന് മുമ്പ് ഔദു ഓതുക. ബിസ്മി ഓതുന്നതിന് മുമ്പ് ഔദു ഓതുക. ഇനി നമുക്ക് 4. ഒരു ഹദീസ് പഠിക്കാം. ഒരു ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണിത്.
ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. അതിന്റെ അർത്ഥം ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് ഹദീസും അതിന്റെ അർത്ഥവുമാണ്. ഇത് പഠിച്ചു വെക്കുക. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. അതിന്റെ അർത്ഥം ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. ഈ പാഠത്തിൽ 2 ഫർളുകളാണ് പഠിച്ചത്. ഒന്ന് അൽ ഖിയാമു, നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ. 2 ഫാത്തിഹ ഓതൽ. ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അത് എല്ലാ നിസ്കാരത്തിലും നിർബന്ധമാണ്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.